ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ജീപ്പിലാണ്. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ഓട്ടോ ഇലക്ട്രീഷ്യനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു സൈറ്റിലേക്കാണ് പോകുന്നതിന് മുമ്പായി ആവശ്യമുള്ള ടൂൾസ് എല്ലാം എടുത്തു വെച്ചു കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു മെക്കാനിക്കും ഉണ്ട്. എനിക്ക് ഇവിടെ ലൈസൻസ് ഇല്ല. യാത്ര ചെയ്യാൻ ആവശ്യമായുള്ള ഡീസൽ വാഹനത്തിൽ നിറച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് ഹഫീസ്, പാകിസ്ഥാനിയാണ്. ആള് നല്ലൊരു സൂപ്പർ മെക്കാനിക്കാണ്. ഹഫീസ് തനിക്ക് ആവശ്യമായ ടൂൾസ് എല്ലാം വാഹനത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞു. ഹഫീസ് പുറപ്പെടുന്നതിന് മുമ്പ് ലഘുഭക്ഷണം കഴിക്കാനായി റൂമിൽ പോയിരിക്കുകയാണ്. ഞാൻ കാലത്ത് തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങിയത്. ഈ സമയം ഞാൻ ജീപ്പ് വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിട്ട് ടൂൾസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ്. ഹഫീസ് വന്നതിന് ശേഷം രണ്ടാളും കൂടി യാത്ര തിരിക്കും. ഹഫീസ് വരുന്നതും നോക്കി നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഭക്ഷണം കഴിച്ച് ഹഫീസ് തിരിച്ചെത്തി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജീപ്പ് സ്റ്റാർട്ടാവുന്നില്ല. സെൽഫ് തിരിയുന്നുണ്ട്, പക്ഷെ ജീപ്പ് സ്റ്റാർട്ടാവുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല. കുറച്ച് സമയത്തിന് ശേഷം ജീപ്പ് സ്റ്റാർട്ടായി. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പുറപ്പെട്ടു. ഇപ്പോൾ ഇവിടെ സമയം 7:50. 1 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. 9 മണിക്ക് ഞങ്ങൾ സൈറ്റിലെത്തും. ഞങ്ങൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞങ്ങളുടെ കുറുകെ ഒരു പൂച്ച വട്ടം ചാടി പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുടിക്കുവാനുള്ള കുടിവെള്ളം കുപ്പിയിൽ നിറച്ച് കൈപിടിച്ചു. കുപ്പിവെള്ളം നിറച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. റോഡിന്റെ മധ്യഭാഗത്ത് ഈന്തപ്പനകൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മുന്നിൽ കാണുന്നത് ഞങ്ങളുടെ കമ്പനിയിലെ മറ്റൊരു വാഹനമാണ്. അതിലെ ഡ്രൈവറുടെ പേര് റഹ്മത്ത്. ഇന്ത്യക്കാരനാണ്. രാജസ്ഥാനാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. ആളിവിടെ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഇദ്ദേഹവും ഞങ്ങൾ പോകുന്നിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കുറച്ച് ഇടവിട്ട് ഇവിടെ വീടുകളുണ്ട്. റഹ്മത്തിന്റെ വാഹനം മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് ഹഫീസ്. ഞങ്ങൾ പുറകെ വരുന്നത് കണ്ടപ്പോൾ റഹ്മത്ത് തന്റെ വാഹനത്തിന്റെ സ്പീഡ് ഒന്ന് കുറച്ചു. ഞങ്ങൾ റഹ്മത്തിന്റെ വാഹനം ഓവർടേക്ക് ചെയ്യാറാവുമ്പോൾ വീണ്ടും റഹ്മത്ത് വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി. ഒരു ചെറിയ പാലത്തിന് മുകളിലൂടെയാണ് ഇനി ഞങ്ങളുടെ യാത്ര. ഇതിന് താഴെ ചെറിയൊരു റെയിൽപാത പോകുന്നുണ്ട്. ഈ സിറ്റിയിൽ നിന്ന് മാറി ഞങ്ങൾ വീണ്ടും ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ കടകളും വീടുകളും വളരെ കുറവാണ്. ഇക്കാരണത്താൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാനുള്ള ജലസംഭരണികൾ പലയിടങ്ങളിലുമുണ്ട്. അങ്ങനെ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ പക്കൽ വെള്ളം ഉള്ളതിനാൽ ജീപ്പ് അവിടെ നിർത്തിയില്ല. റോഡിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. ഇക്കാരണത്താൽ യാത്രയും വളരെ സുഖകരമായിട്ടാണ് പോകുന്നത്.
വിജനമായ പ്രദേശത്തുകൂടിയാണ് യാത്ര. ഈ പരിസരങ്ങളിൽ ആളുകളെയും വാഹനങ്ങളെയും ഒന്നും കാണുന്നില്ല. വിജനമായ പ്രദേശമാണെങ്കിലും ഈ പരിസരങ്ങളിൽ മാലിന്യങ്ങൾ ഒന്നും തന്നെയില്ല. വളരെ വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടത്തെ കാലാവസ്ഥ ഇപ്പോൾ വളരെ ചൂടാണ്. ഈ ചൂടിലും ഇവിടെ ചിലയിടങ്ങളിൽ ചെറിയ മരങ്ങൾ കാണുന്നുണ്ട്. ഇവയ്ക്ക് ആരും തന്നെ വെള്ളമൊഴിക്കാറില്ല. ഇദ്ദേഹമാണ് നമ്മുടെ വാഹനം ഓടിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഹഫീസ്. ഇദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത്. അല്പം ക്ലാരിറ്റി കുറവാണ്. നാം ഇപ്പോൾ കണ്ടത് ആടിനെ മേയ്ക്കുന്ന ആളുകളെയും ആട്ടിൻകൂട്ടത്തെയുമാണ്. ഇതുകൂടാതെ ഒട്ടകത്തെയും കാണുന്നുണ്ട്. ക്യാമറ ക്ലാരിറ്റി കുറവായതിനാൽ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. റോഡിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. ജീപ്പ് കുറച്ചു വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പലയിടങ്ങളിലും ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കുന്ന ചെറു സംഘങ്ങളെയും കാണാം. കുറച്ച് ഒട്ടകങ്ങൾ റോഡിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഹഫീസ് ജീപ്പിന്റെ വേഗത കുറച്ചു. ഒട്ടകത്തിനുമേലിടിച്ച് അപകടം നടക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ മരുഭൂമിയിലും പലയിടങ്ങളിലും ചെറിയ ചെടികൾ കാണാം. ഈ ചൂടിലും ഇവിടെ എങ്ങനെയാണ് ചെടികൾ വളരുന്നത്? യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. आगे का मुश्किल है, आगे का खराब हुआ, चेंज करेगा ना। मैं बोला पीछे का है, पीछे का नहीं आगे का है. ജീപ്പിന്റെ മുൻ ടയർ പഞ്ചറായി. ഇനി ടയർ മാറ്റിയിട്ട് വേണം യാത്ര തിരിക്കാൻ. വീൽ സ്പാനർ കൊണ്ടുവന്ന് ടയറിന്റെ നെട്ടെല്ലാം ലൂസാക്കി. അതിനുശേഷം ജാക്ക് വെക്കണം. പഞ്ചറായ ടയർ ഊരി. പകരം ഇനി സ്പെയർ ടയർ ഫിറ്റ് ചെയ്യണം. സ്പെയർ ടയർ ഫിറ്റ് ചെയ്തു. 3 ജാക്ക് ഉപയോഗിച്ചാണ് പഞ്ചറായ ടയർ മാറ്റിയത്. പഞ്ചറായ ടയർ ഹഫീസ് തിരിച്ച് ജീപ്പിൽ വെച്ചു. ടയറിന്റെ നെട്ടെല്ലാം ടൈറ്റ് ചെയ്തു എന്ന് ഒന്നുകൂടി ഹഫീസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി. വീണ്ടും ജാക്കെല്ലാം ഊരി മാറ്റി. ടയറിൽ കാറ്റൽപ്പം കൂടുതലാണ് എന്ന് ഹഫീസ് പറഞ്ഞു. ടയറിൽ നിന്ന് കുറച്ച് കാറ്റ് കളഞ്ഞു. ടൂൾസ് എല്ലാം തിരിച്ച് ജീപ്പിനുള്ളിൽ കയറ്റി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഒന്നുകൂടി ടയർ ചെക്ക് ചെയ്തു. ഹഫീസ് പതിയെ ജീപ്പ് മുന്നോട്ടെടുത്തു. സമയം ഇപ്പോൾ 9 മണി. ടയർ പഞ്ചറായ കാരണം ഇതുവരെയും ഞങ്ങൾ സൈറ്റിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇവിടെ പലയിടങ്ങളിലും ചെടികൾ വളരുന്നത് കാണാം. ഇത്ര ഭയങ്കര ചൂടിലും ഈ ചെടികൾ എങ്ങനെയാണ് വളരുന്നത് എന്നാണ് എൻ്റെ ചിന്ത. വീണ്ടും ഉള്ളിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെയും വീടുകളും കടകളും ഒന്നും കാണാനില്ല.
വാഹനങ്ങളും വളരെ കുറവാണ് ഇവിടെ. ഉള്ളിലോട്ട് പോകുന്തോറും റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നത് കാണാം. എതിരെ വരുന്ന വാഹനങ്ങൾ കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇരുവശങ്ങളിലും മണലാണ്. വളരെ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാൻ. വളരെ പതുക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെയും ചിലർ ആടുകളെ മേയ്ക്കുന്നത് കാണാം. കൂടുതലും സുഡാനികളാണ്. മലയാളികൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ കാണുന്നത് കുടിവെള്ളം വിതരണം ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. നമ്മുടെ ഇനിയുള്ള യാത്ര മണലിലൂടെയാണ്. ഇവിടെയും ജലസംഭരണികളുണ്ട്. ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം. ഹഫീസ് ഇതിനടുത്ത് ജീപ്പ് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ജീപ്പിന്റെ ഗിയർ ന്യൂട്രാവുന്നില്ല. ഹഫീസ് ഗിയറിലിട്ട് തന്നെ ജീപ്പ് ഓഫ് ചെയ്തു. എന്നോട് ഒരു ക്യാനിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഞാൻ ക്യാനിൽ വെള്ളം നിറച്ചു. ജീപ്പിന്റെ 4 വീലിലെയും കാറ്റ് അല്പം കുറയ്ക്കണം. ഞങ്ങൾ രണ്ടുപേരും 4 വീലിന്റെയും കാറ്റ് കുറച്ചു. ഞങ്ങൾ വീണ്ടും ജീപ്പിൽ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഗിയർ വീഴുന്നില്ല. ജീപ്പ് മൂവ് ആവുന്നില്ല. ഞങ്ങൾ രണ്ടാളും കൂടി ജീപ്പ് തള്ളി മണലുള്ള പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടു. അതിനുശേഷം ഹഫീസ് എന്ത് പറ്റിയതാണ് എന്നറിയാൻ ജീപ്പിന് താഴെ കിടന്നു നോക്കി. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ജീപ്പിന്റെ ഗിയർ ബോക്സ് പോയിരിക്കുന്നു. സമയം ഇപ്പോൾ 9:30. സൈറ്റിലെത്താൻ ഇനിയും ഒരു 50 കിലോമീറ്റർ ബാക്കിയുണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് യാത്ര തുടരാൻ സാധിക്കില്ല. ജീപ്പിന്റെ ഒറ്റ ഗിയർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മണലിലൂടെ പോവാൻ സാധിക്കില്ല. ജീപ്പ് കംപ്ലൈന്റ് ആയ കാര്യം ഹഫീസ് കഫീലിനോട് വിളിച്ചു പറഞ്ഞു. കഫീൽ ഞങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വർക്ക്ഷോപ്പിലോട്ട് മടങ്ങുകയാണ്. ഞങ്ങളുടെ ഭാഗ്യവശാൽ മണൽ തുടങ്ങുന്നിടത്ത് വെച്ച് തന്നെ ഗിയർ കംപ്ലൈന്റ് ആയി. കുറച്ച് കൂടി മണലിലൂടെ യാത്ര ചെയ്തതിന് ശേഷമായിരുന്നു എങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ഇവിടെ മൊബൈൽ സിഗ്നൽ ഇല്ലാത്ത പ്രദേശമാണ്. നാം ഇപ്പോൾ കാണുന്നത് മറ്റൊരു ജലസംഭരണിയാണ്. ആവശ്യക്കാർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. ഈ പ്രദേശങ്ങളിൽ വെച്ച് വാഹനം കംപ്ലൈന്റ് ആയാൽ റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. കൂടാതെ ഇതിലൂടെ വാഹനങ്ങൾ വരുന്നതും വളരെ കുറവാണ്. ആരും സഹായത്തിനുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വാഹനം വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം ആരെയും വിളിച്ചാൽ കിട്ടുകയുമില്ല.